തിരുത്തല് ആവശ്യമാണല്ലോ. തിരുത്തല് അനുഭവമാണല്ലോ തിരുത്തിക്കുന്നത്. സുരേന്ദ്രനും മുരളീധരനും ഒക്കെ വലം കൈയായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ അല്ല ലവ്ലിംഗ് കേസൊക്കെ 50 പ്രാവശ്യം മാറ്റി വെക്കണമെങ്കിൽ ചരിത്രമാണ്. നോർത്തിലൊക്കെ BJPക്ക് മുസ്ലിംസ് വോട്ട് ചെയ്യും. ഇപ്രാവശ്യം മുസ്ലിംസിന് അടിച്ചു പൊളിക്കാം, വോട്ട് ചെയ്യാത്തതിന് ആ രീതിയിലേക്ക് പോയി. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ചില നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എപ്പോഴും കാറ്റ് ഒരേ ഗതിയിലായിരിക്കില്ല. തെറ്റ് തിരുത്തുന്നത് എന്നൊക്കെ നല്ലതുപോലെ തിരുത്തി കളയണം. പിന്നീട് ആ തെറ്റ് ആവർത്തിക്കരുത്, അത്ര പറയണോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം CPM തന്നെ ആ സ്ഥാനം തന്നെ ഇവിടെ ലോകത്ത് ഈ ഭൂപടത്തിൽ തന്നെ ഉണ്ടാവില്ല. ദാർഷ്ട്യം ആൾക്കുള്ളത് ഭയങ്കര മുഖ്യമന്ത്രിക്കുള്ളത്. സുരേഷ് ഗോപി ഒരു ഫേക്ക് അല്ല, ഒരു രീതിയിലും ഫേക്ക് ആയിട്ട് വരത്തില്ല. BJP കയറിക്കൊണ്ടിരാനുള്ള സാഹചര്യം ഇപ്പൊ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ പ്രഹരവും ഇപ്പോൾ തിരുത്തൽ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊതുജനം എന്ന നിലയ്ക്ക് ആ തിരുത്തൽ നടപടികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തിരുത്തല് ആവശ്യമാണല്ലോ. തിരുത്തല് അനുഭവമാണല്ലോ തിരുത്തിക്കുന്നത്. അതെ, ജനങ്ങൾ ഇത്തരം നല്ലൊരു അഭിപ്രായത്തിൽ ആ പാർട്ടിനെ 2 തവണ വരത്തിലെത്തിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ തിരുത്തൽ ആവശ്യമാണ്. പക്ഷെ ആ തിരുത്തൽ എന്നുള്ളത് അത് പ്രായോഗികമായിട്ടുള്ള ഒരു തിരുത്തലായിരിക്കണം. എന്നാലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്കൽ തെരഞ്ഞെടുപ്പുകളൊക്കെ പാർട്ടിക്ക് പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രി തീർച്ചയായും തിരുത്തണം. കാരണം അത്തരം സമ്മർദ്ദം മുഖ്യമന്ത്രിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിൻ്റെ പേര് തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം സംസ്ഥാന കമ്മിറ്റിയിൽ പോലും നേതാക്കന്മാർ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി തിരുത്തിയാൽ പറ്റൂ. കാരണം കുറച്ച് ജനങ്ങൾക്കും കുറെ പാർട്ടിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അയാളുടെ ശൈലി ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഇത്തവണ BJP അക്കൗണ്ട് തുറന്നു കേരളത്തിൽ. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് വോട്ട് ശതമാനം വർദ്ധിക്കുകയാണല്ലോ. കാരണം വോട്ട് ശതമാനം വർദ്ധിക്കുക എന്നുള്ള കാരണം ഈ LDF 2 മുന്നണികളാണ് കാരണം. അവരെ വർദ്ധിപ്പിക്കുന്നതിനല്ല, അവരെ മികവ് കൊണ്ടല്ല അവർ വർദ്ധിക്കുന്നത്. മറിച്ച് ഇവർ ഈ 2 മുന്നണിയിലുള്ള ആളുകൾ, അസ്വസ്ഥരായ ആളുകൾ അവരിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആ പാർട്ടിയിൽ എത്തിപ്പെടാ എന്നുള്ളത്. അല്ലാതെ BJPയുടെ കഴിവൊന്നുമല്ല, ഇവർ 2 മുന്നണികളാണ് അവരെ വളർത്തുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു അഭിപ്രായം. തിരുത്തു ഞങ്ങൾ തിരിച്ചു വരും, ഇത്രയും പറയാൻ. പിണറായി വിജയൻ എന്തായാലും സ്ട്രോങ് നേതാവെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം പറയുന്നതേ ആള് ചെയ്യുള്ളൂ, ചെയ്യുന്നതേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കൊക്കെ ആളെ ഇഷ്ടമാണ്. ഇത്തവണ BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. അത് ഇങ്ങനെയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, തുറന്നോട്ടെ, ജനാധിപത്യമാണല്ലോ. ജനങ്ങൾക്ക് എന്താണോ ഇഷ്ടം അവര് മുന്നോട്ട് വരട്ടെ, ഇത്രേ പറയാനുള്ളത്. BJPയുടെ അക്കൗണ്ട് കൊണ്ടൊന്നല്ല, എല്ലാ ജനങ്ങളും CPM-കാരും കോൺഗ്രസ്സുകാരും എല്ലാവരുടെയും വോട്ടാണ് സുരേഷ് ഗോപി കിട്ടിയത്. പുള്ളി സിൻസിയറാണ്. എന്തെങ്കിലും കാര്യം ആരെ സഹായിക്കണമെന്നോ, ആദ്യം പുള്ളി MP ആയ സമയത്ത് പുള്ളി TA ഒന്നും വാങ്ങാതെ, ശമ്പളം പോലും വാങ്ങാതെ ജോലി ചെയ്തു. ആ പൈസയൊക്കെ പിന്നെ പുള്ളിയുടെ ചാരിറ്റിയിലേക്ക് ആരുടെ പൈസയും പുള്ളി വാങ്ങത്തില്ല. അങ്ങനെ ജനങ്ങൾക്ക് പുള്ളിയിലൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന ആൾ നല്ല സുരേഷ് ഗോപി ആത്മാർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. കർണാടകയും എല്ലാം CPM-ൻ്റെ CPI-യുടെയൊക്കെ കുത്തക സ്ഥലമാണ്. പക്ഷെ അവിടെയൊക്കെ സുരേഷ് ഗോപി അത്രയും ഒരു 1000-5000 വോട്ട് ജയിക്കുന്നതല്ല, 1 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിച്ച് ജയിക്കണമെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഇമേജാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഇമേജുള്ള, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ളൊരു ആളാണ്. കാര്യം അതാ സുരേഷ് ഗോപിയുടെ ആത്മാർത്ഥതയാണ്. അല്ല, സുരേഷ് ഗോപി ഒരു ഫേക്ക് അല്ല, ഒരു രീതിയിലും ഫേക്കായിട്ട് വരത്തില്ല. എന്തെങ്കിലും പറയുന്ന കാര്യം ചെയ്യാമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോയി ഇപ്പോൾ കരുവന്നൂരുള്ള സംഭവം തന്നെ പുള്ളി അവർക്ക് ജനങ്ങൾക്ക് കാശ് കൊടുക്കും എന്ന് പുള്ളി കൺഫേമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജയിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാലോ പുള്ളി ചെയ്യും. പക്ഷേ ഇപ്പം അതിൻ്റെ നടത്തിപ്പ് ചെയ്യുന്നുണ്ട് പുള്ളി. നടത്തുന്ന എല്ലാം കെട്ടുകയാണ്, ആ കാശ് ഒഴിക്കുകയും തിരിച്ചു പിടിച്ചിട്ട് പുള്ളി ഈ ജനങ്ങൾ ആത്മഹത്യ വീട്ടുകാർക്കെല്ലാം കൊടുക്കും. തോൽവിയും ജയമൊക്കെ സാധാരണമാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ചില നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എപ്പോഴും കാറ്റ് ഒരേ ഗതിയിലായിരിക്കില്ല. വോട്ട് ബാങ്കുകളാണ്, അല്ലാണ്ട് സ്വന്തം അഭിപ്രായത്തിലുള്ള വോട്ടുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വോട്ട് ബാങ്കാക്കി മാറ്റിയൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ ജീവിക്കുന്നത്. BJP അടുത്ത അസംബ്ലിയിലേക്ക് ഇവിടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്. കാരണം അവർക്ക് അതേപോലെ ഒന്നാം കാര്യം ജനറിയാം, CPM-നോ കോൺഗ്രസിനോ അത്ര ഇതൊന്നും പറയാൻ പറ്റത്തില്ല. കോൺഗ്രസ് ഒരു ഇതുണ്ടെന്നാലും കോൺഗ്രസിൽ തന്നെ അപ്പടി മുഖ്യമന്ത്രി ആകണമെന്ന് നടന്നില്ല.
ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ ജനം 3 നേതാക്കന്മാർ ഇവിടെ ഇല്ല എങ്കിൽ ബി ജെ പിക്ക് പണ്ട് ഇവിടെ അക്കൗണ്ട് ഇറക്കാറുണ്ട്. സുരേന്ദ്രനും മുരളീധരനും ഒക്കെ പിണറായിയുടെ വലം കൈയായിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ അല്ല ലവ്ലിംഗ് കേസൊക്കെ 50 പ്രാവശ്യം മാറ്റി വെക്കണമെങ്കിൽ ചരിത്രമാണ്. കാര്യം മാറ്റി വെക്കണമെങ്കിൽ കേന്ദ്രത്തിൽ പിടിയില്ലാതെ പറ്റില്ല. പിന്നെ ഇവർ ബി ജെ പി ആദർശം പറഞ്ഞാലും സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ബി ജെ പിക്കാരുമായിട്ട് കമ്പനിയാണ്. അവിടെ പോയി തൊഴുതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാല് പിടിക്കുമായിരുന്നു. ഇങ്ങനെ നിന്ന് തൊഴുതെന്ന് പൊടിയുടെ കാല് പിടിച്ചതിന് തുല്യമായിട്ടാണ് ആ കാര്യങ്ങൾ പുറത്തു വന്നത്. അപ്പം ശരിക്കും അങ്ങനെയല്ല. ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നതിന് എന്താ, ബി ജെ പി ദേശീയ പാർട്ടിയാ. നമുക്ക് അങ്ങനെ ആരും മാറ്റി നിർത്താൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിഞ്ഞാൽ ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നേരെ റിസൾട്ട് ചിലപ്പോൾ മാറും. ഇപ്പൊ കോൺഗ്രസ് ഫുള്ള് സ്ഥലത്ത് പോയില്ലായിരുന്നു. ഇന്ത്യയിൽ ഫുള്ള് കോൺഗ്രസ് ഇല്ലായിരുന്നു. ഇപ്പൊ 100 സീറ്റ് നേടിയില്ലേ, 40-100 ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ, എത്ര വോട്ടിനാ രാജ്നാഥിനോട് തോറ്റത്. അപ്പൊ അതൊക്കെ ജനാധിപത്യത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഈ ബി ജെ പി തന്നെ ഇപ്പൊ മന്ത്രിസഭ തന്നെ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. മുന്നോട്ട് പോകുന്ന എന്താ ഉറപ്പുള്ളത്? ബി ജെ പി എന്നൊരു വലിയ വിങ് അങ്ങോട്ട് മാറും, കോൺഗ്രസിലേക്ക് വരും. അതൊന്നും പറയാൻ കഴിയില്ല. ഈ കോൺഗ്രസ് നിന്ന് പോയ ആൾക്കാരാണല്ലോ ബി ജെ പിയിലുള്ളത്. ഇപ്പൊ ബി ജെ പിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എല്ലാവരും ഈ പത്രങ്ങൾ ഇവരിങ്ങനെ കൊണ്ടുപോകൽ ഇതൊക്കെ കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇല്ല. സി പി എം ഒക്കെ അറിഞ്ഞാൽ ഒരു പ്രദേശത്ത് 2-3 സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ളൂ. ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലേ ഏറ്റവും വലിയ പാർട്ടി. അപ്പൊ അതേ ഉണ്ടാവത്തുള്ളൂ, റിസൾട്ട് അതേ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞാൽ ഇന്ന് ചാനലിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതി ഉരുവി. പഴയ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ഇല്ലാത്ത സംഭവങ്ങൾ ഇപ്പം ഉണ്ടോ? ഈ പീഡനം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ കുടുംബങ്ങളിലെ പീഡനം. ഇപ്പം എന്താ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ വലുതാക്കി ഊതി വീർപ്പിക്കുക അല്ലേ? 18 വർഷമായിട്ട് ഇന്നൊരു സ്ത്രീനെ എന്താ പറഞ്ഞാൽ കുഴിച്ചിട്ട് നിന്നാ കണ്ടെത്തിയത്. അതുവരെ എവിടെയായിരുന്നു? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ഉണ്ടാവും. അപ്പൊ എന്ത് പറഞ്ഞാലും ഇന്ത്യയിൽ ജനാധിപത്യം നിൽക്കണമെങ്കിൽ കോൺഗ്രസ് എന്നുള്ള സംഘടന വേണം. അല്ലാതെ ഓർത്തങ്ങള് ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പി മോശമായ പാർട്ടിയല്ല. അതിൽ RSS കടന്നു കയറുമ്പോഴാണ് ഈ ഹിന്ദു രാഷ്ട്രം മുസ്ലിം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അല്ലാതെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ബി ജെ പി എന്താ ഉള്ളത്? നോർത്തിലൊക്കെ ബി ജെ പിക്ക് മുസ്ലിംസ് വോട്ട് ചെയ്യും. ഇപ്രാവശ്യം മുസ്ലിംസിനെ അടിച്ചു ഓടിക്കാം വോട്ട് ചെയ്യാത്തതിന്. ആ രീതിയിലേക്ക് പോയി. ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് മുസ്ലിംസ് ആയിരുന്നു. എന്നാൽ അവർ കാണുന്ന താമരയാണ്. അപ്പൊ അന്ന് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ പറഞ്ഞാൽ അവർ ആ രീതിയിലേക്ക് ഇവരെ അടിച്ചു ഓടിക്കുക, മൃഗത്തിനെ കൊണ്ടുപോകുമ്പോൾ അവനെ കൊല്ലുക, ഇതൊക്കെ അതുകൊണ്ട് നടക്കുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ആര് വന്നാലും ശരി ഇവിടെ ജനാധിപത്യത്തിൽ നമുക്ക് കേരളത്തിൽ ഹിന്ദു മുസ്ലിം ഒക്കെ നോക്ക്, ഇതൊക്കെ ഹിന്ദു മുസ്ലിമാണ്. ഞാൻ മുസ്ലിമാണ്, ഇതൊക്കെ ഹിന്ദുക്കളാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. ഇങ്ങനെ പോകണം. അല്ലാതെ നമുക്ക് ആര് ജയിച്ചാലും പോലെ. ഇപ്പോൾ രാഘവട്ടെ ഞാൻ രാഘവട്ടിലെ പാർട്ടിക്കാരനല്ല, പക്ഷെ രാഘവട്ടെ ഞാനായിട്ട് വലിയ അടുത്ത ബന്ധമാണ്. ബി ജെ പിക്കാരായിട്ട് ഞാൻ ബന്ധം. ആ ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കും, അത്രയേ ഉള്ളൂ. വേറെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് തിരുത്താൻ പറ്റുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. അത് തെറ്റ് തിരുത്തുന്നത് എന്നൊക്കെ ആയിട്ട് നല്ലതുപോലെ തിരുത്തി കളയണം. പിന്നീട് ആ തെറ്റ് ആവർത്തിക്കരുത്, അത്രേ പറയണോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഈ ഒരു കാര്യം അഫക്ട് ചെയ്യുമോ? അത് ജനങ്ങളെ കയ്യിലാണുള്ളത്. ജനങ്ങൾ തീരുമാനിക്കണോ അത് ആ വിധി. കാരണം ജനങ്ങൾ മറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കഴിഞ്ഞതുപോലെ തന്നെയാണ് വീണ്ടും അനുഭവിക്കുക. എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പോ അവർ നല്ലൊരു സഹകരണമായിട്ടുള്ള എല്ലാ ജനങ്ങളോട് നല്ല രീതിയിൽ നല്ലൊരു പെരുമാറിക്ക് അവർക്ക് ഇന്ന് സീറ്റ് കൂടുതൽ ഇനിയുള്ള കാലങ്ങളിൽ അവർക്ക് നല്ലതായിട്ട് ഇവിടുന്ന് കേരളത്തിൽ പോവാം. അല്ലെങ്കിൽ പിന്നെ എല്ലാം CPM തന്നെ ആ സ്ഥാനം തന്നെ ഇവിടെ ലോകത്ത് ഈ ഭൂപടത്തിൽ തന്നെ ഉണ്ടാവില്ല. CPM എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അതിൻ്റെ പേരിൽ അവർ നല്ല രീതിയിൽ അങ്ങോട്ട് പോകണം. അല്ല ജനങ്ങളോട് നല്ല രാഷ്ട്രീയത്തിലും നല്ല പെരുമാറ്റത്തിലും നല്ല സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ ഈ കേരള സംസ്ഥാനം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർ കഴിയണം. ഇതായി കഴിഞ്ഞാൽ അവർക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ നല്ല പൊതുജനങ്ങളോട് നല്ല രീതിയിൽ പോകാം. അവർക്ക് അതിലുള്ള സഹകരണം കിട്ടും. ഇലക്ഷനിൽ അവർക്ക് അതിലുള്ള അഭിപ്രായം കിട്ടും, ചിലപ്പോൾ അതിനുള്ള മുന്നേറ്റം കിട്ടും. അല്ലാണ്ട് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം എല്ലാം തുടച്ചു നിൽക്കാനുള്ള പരിപാടിയെല്ലാം ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ഒന്നും ഇല്ലാണ്ടാവും CPM. അപ്പോൾ CPM അവർ ഇനിയും അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കണം. അത് പോയിക്കൊണ്ടിരുന്നാൽ അവർക്ക് നല്ല രീതിയിൽ ഇനിയും പോകാം, മുന്നോട്ട് പോകാം. നിലവിൽ BJP-യും CPM ഒന്നിനെ നിൽക്കുകയാണ്. ആ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതെന്നുവെച്ചാൽ BJP കയറിക്കൊണ്ടിരാനുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നത്. CPM അവര് ഇപ്പോൾ ഒന്ന് കിട്ടിയതല്ലേ ഇപ്പോൾ ഇപ്രാവശ്യം സുരേഷ് ഗോപിന്റെ ഒരു ഇതിലാണ് ഒന്ന് കിട്ടിയത്. പക്ഷെ അത് അവന്റെ സിനിമാ നടന്റെ അഭിപ്രായം പിന്നെ ജനങ്ങളുടെ ഒരു പൊതു താല്പര്യമൊക്കെ കൂടി അവർ കിട്ടിയതാണ്. വേറെ ആർക്കും അങ്ങനെ കിട്ടാനുള്ള താല്പര്യം കാണുന്നില്ല. അത് സുരേഷ് ഗോപിന്റെ ഒരു ഇതിലാണ് കിട്ടിയത് BJP ഇവിടെ കേരളത്തിൽ. ദാർഷ്ട്യം ആൾക്കുള്ളത് ഭയങ്കര മുഖ്യമന്ത്രിക്കുള്ളത്. എല്ലാത്തിനും ഒരു വാശിയുള്ള ആളാണ്. വാശിയെ കടുംബത്തൊന്നും ഒഴിവാക്കിയിട്ടാ കുഴപ്പമില്ല പറഞ്ഞാൽ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ലോകസഭ ഇതിൻ്റെ മാതിരി എല്ലാം പോയില്ല പറഞ്ഞാൽ പ്രാവശ്യം. പിന്നെ അത് മറ്റേതിൻ്റെ അവസ്ഥ എന്താണ്, കേന്ദ്രത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ് മൊത്തത്തിൽ മോശമായി പോയത്. എന്നാലും ഒരുപാട് മോശം ഇപ്പോഴത്തെ ഭരണത്തിൽ പറഞ്ഞാൽ. ഒരു
ഒരു പൊരുത്തല്ല ഒരു ഇതിലൊന്നും പറഞ്ഞാൽ. ഇപ്രാവശ്യം BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. ഉം. അപ്പോ ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് LDF അവസ്ഥ അതിന്റെ പേരിൽ അങ്ങനെ പോകാൻ സാധ്യത പറഞ്ഞാൽ LDF ഒരു പോരായ്മയാണ് അവർ കയറുന്നത്.